കിട്ടി കിട്ടി കിട്ടി. ഇല്ല ഇല്ല കിട്ടിയില്ല. എന്ത് കിട്ടിയെന്ന് നീ എന്തോ നോക്കിയിടേ പറഞ്ഞു. എടാ അത് നമ്മളെ എമ്പുരാനില്ല തിരിഞ്ഞിരിക്കുന്ന മനുഷ്യയില്ലേ, റിവീൽ ചെയ്യാത്ത, അവനെ തപ്പിയതാണ്. കിട്ടിയില്ല. എമ്പുരാൻ റിലീസ് നാളെ ഇല്ലേ, നാളെ തൊട്ട് അറിയാമല്ലോ എന്താണ്. ക്ഷമയുടെ നിനക്കത് പറയാം. അവന്മാര് ഫസ്റ്റ് പോസ്റ്റർ ഇട്ടത് മുതൽ ഞാൻ അങ്ങ് ഹോളിവുഡിൽ ഡിക്കാപ്രോയുടെ ബാക്ക് തൊട്ട് ഇവിടെ വന്ന് സന്തോഷ് പണ്ഡിന്റെ ബാക്ക് വരെ ഞാൻ നോക്കി, അറിയാമോ? എന്നിട്ടും കിട്ടിയില്ല. ഇതാരുടെ എന്നാലും നിനക്കെന്തായാലും നാളെ അറിയാലോ. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ടിക്കറ്റ്. എന്നാലും നീ എന്നെ കുറിച്ചൊന്നും ഓർത്തില്ലല്ലോടാ. അത് അത് നമ്മളെ സുമേഷും പിള്ളേരും വന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്ന് ഇങ്ങോട്ട് ചോദിച്ചപ്പോ പിന്നെ ഞാൻ ഇങ്ങനെ പറയാണ്ടിരിക്കുന്നത്. അതുകൊണ്ടാ, അല്ലാണ്ട് നിന്നെ പറഞ്ഞിട്ടൊന്നുമല്ല. ഓ നിനക്ക് അവരെയൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് എന്നെ അങ്ങ് മറന്നു. പണ്ട് തൊട്ടേ ഒരുമിച്ച് സിനിമയ്ക്ക് പോണ എന്നെ അങ്ങ് മറന്നു. പോയി കാണടാ, കാണ് പോ. ചിൽ മാൻ ചിൽ. നമുക്ക് രണ്ടാം തവണ കാണാൻ പോവാം. പോയി കാണണേ കൊള്ളാം. ഇവിടെ വന്നിട്ട് കഥ പറയാനാണ് പ്ലാനിങ്. നിന്റെ കാലൊടിച്ചിടിഞ്ഞ കേട്ടല്ല. അതെങ്ങനെ ശരിയാവും? ഞാൻ കണ്ടിട്ട് നേരെ ഇങ്ങോട്ടല്ലേ വരാൻ പോണേ. അപ്പൊ കഥ പറയാണ്ടെങ്കിലും ശരിയാവും. ഞാൻ ഇങ്ങോട്ട് വരാൻ കേട്ടോ. ശരി എന്നാ. അപ്പം ലൂസിഫർ ഒന്നുകൂടെ കണ്ടിട്ട് വേണം ഞാൻ ഇതിന് പോയി. ഓക്കെ, സമയമില്ലേ. ബൈ. ഈ തെണ്ടി ഇനി നാളെ ഒന്നുമല്ലോ പറയൂ. ഓഫ്, ഫസ്റ്റ് ഷോ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ എന്തായാലും സ്പോയിലോ, എങ്ങനെ ആയാലും സ്പോയിലോ. ഓഫ്, ഇൻസ്റ്റയും വാട്സപ്പും ഒന്ന് ഡിലീറ്റ് ചെയ്യും. ഇനി പേടിക്കാനൊന്നുമില്ല. അളിയാ ഞാൻ എത്തി. വാതിൽ. ഓ മൈ ഗോഡ്, ഇത് അവനാണല്ലോ. ഓ ഇനി ഇതല്ലോ പറയുമല്ലോ. അളിയോ പടം മാരകം, അന്യായം. നീ അവിടെ ഒന്നും പറയണ്ട, നീ ഇങ്ങോട്ട് കേറ് ബാ. പിന്നല്ല. എന്റെ അളിയാ എന്താടി വാതിലൊക്കെ അടയ്ക്കണ? നിന്നെ ഇത് പറയാൻ അനുവദിച്ച ഞാൻ എന്നോടും ഈ മലയാള സിനിമയോടും ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് മുനുസേ. ഹലോ ആന്റി. അബിയോ? അബി ഉച്ചയ്ക്ക് ഇവിടെ വന്നായിരുന്നു. എന്നിട്ട് അവൻ എന്തോ രണ്ട് ദിവസത്തേക്ക് ടൂർ എന്തോ പോണെന്ന് പറഞ്ഞ പോയല്ലോ. അങ്ങോട്ട് വന്നില്ലേ അവൻ? ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് പോകാനാ പറഞ്ഞേ. ഓക്കെ ആന്റി, ഓക്കെ, ശരി ശരി.